ശബരിമലയിൽ ഇന്ന് നമുക്ക് ഈ 41 ദിവസം വ്രതമനുഷ്ഠിച്ച് വരുന്നവരാണ് പലപ്പോഴും വന്ന് പല ഈ പറഞ്ഞ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നത്. എരുമേലി വരുമ്പോൾ ഒരു ബന്ധവുമില്ല, അയ്യപ്പസ്വാമിയായിട്ട് ഒരു ബന്ധവുമില്ല. വാവര് പള്ളി എന്ന് പറയും. വാവര് പള്ളി അല്ല, അത് നൈനാൻ മസ്ജിദാണത്. അവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് നൈനാൻ മസ്ജിദാണ്. ആ മസ്ജിദിന്റെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെ ആരാധിക്കാൻ പാടില്ല. ആ പള്ളിയിലേക്കാണ് പാവപ്പെട്ട അയ്യപ്പന്മാർ കയറി ശരണം വിളിക്കുന്നതും അവിടെയാണ് പ്രദർശനം വയ്ക്കുന്നതും. അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പന്മാർ കൊടുക്കുന്നത് ഭസ്മം. ഈ ഭസ്മം കൊടുക്കാൻ ഏത് ഇസ്ലാമിക വിധിയിലാണ് പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ അവിടെ നാളികേരം ഉടയ്ക്കുന്നു. നാളികേരം ഉടയ്ക്കാൻ ഏത് ഇസ്ലാമിക വിധിയിലാണ് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലുമില്ല. മാത്രമല്ല, നാളികേരം ഉടയ്ക്കുന്നിടത്ത് വലിയ കള്ളത്തരമാണ്. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കഷ്ടകാലത്തിൽ എറിഞ്ഞ് കൊണ്ടു ഇല്ലെങ്കിൽ ആ തേങ്ങ നേരെ താഴേക്ക് പോകും. ആ തേങ്ങ തന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വിൽക്കാൻ വരും. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ഇതെല്ലാം അയ്യപ്പന്മാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്തായാലും ഇന്നിപ്പോ സ്വാമിമാരുടെയും അല്ലെങ്കിൽ ആചാര്യന്മാരുടെയും എല്ലാം ഒരു അവബോധനം കൊണ്ട് കുറേയൊക്കെ മാറ്റം വന്നു. എന്തായാലും ഈ വർഷം കഴിഞ്ഞതിനേക്കാളും വളരെയധികം കുറവ് വന്നു എരുമേലിയിൽ പള്ളിയിൽ പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ ശബരിമലയിലെ സന്നിധാനത്തിന് താഴെയുള്ള ആ വാവര് നടയിൽ പോകുന്ന ആൾക്കാരും. ഇതിനി കുറച്ചുകൂടെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും എല്ലാ ഭക്തജനങ്ങളുടെയും ഉള്ള സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹിച്ചാൽ അടുത്ത മണ്ഡലകാലത്തിന് മുമ്പായി എരുമേലിയിൽ ഉണ്ടായിരുന്ന വാവൂരിന്റെ പ്രതിഷ്ഠ അത് പുനഃസ്ഥാപിക്കാൻ കഴിയണമെന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളോട് നടന്നു വരുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ശബരിമലയിലെ തീർത്ഥാടനം നിലയ്ക്കലെത്തുന്ന അയ്യപ്പന്മാരെ കുത്തി നിറച്ച് പണം പിടുങ്ങി നേരെ ബസ്സിൽ കയറ്റി പമ്പയെ കൊണ്ട് തള്ളുന്നു. ആലോചിച്ച് നോക്കിയേ, ഇവിടെ നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ഇപ്പൊ എന്താ അസൗകര്യം? അവിടെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. പാർക്കിങ്ങിന് എത്രയോ സ്ഥലം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വനം വകുപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഉപയോഗിക്കണ്ട. എങ്ങനെയെങ്കിലും നഷ്ടത്തിൽ ഓടുന്ന KSRTC ലാഭത്തിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി അയ്യപ്പന്മാരെ കൊള്ളയടിക്കണം. അതുപോലെ തന്നെ അവിടെ കടകൾ ലേലം കൊടുക്കുന്നു. ഇന്ന് ലേലം കൊടുക്കുന്ന കടകൾ ഇവിടെ നോക്കിക്കോളൂ. ഈ അയ്യപ്പ മണ്ഡലകാലമായി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അവരെ പറ്റിക്കാൻ വേണ്ടി അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ നിരക്കും. മണ്ഡലകാലത്തിന് തലേ ദിവസം വരെ ഇറച്ചി മീനും വിളമ്പിക്കൊള്ളുന്ന ഹോട്ടലുകൾ മണ്ഡലകാലം വൃശ്ചിക 1 ബോർഡ് മാറ്റി പേര് മാറ്റി അയ്യപ്പന്റെ പടവും വെച്ച് വെജിറ്റേറിയനായി മാറും. സത്യം പറഞ്ഞാൽ അയ്യപ്പന്മാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ശബരിമലയിലും സംഭവിക്കുന്നത്. ശബരിമലയിലും പമ്പയിലും എല്ലാം ലേലം പിടിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലും മറ്റു മതസ്ഥരാണ്. മറ്റു മതസ്ഥരൊന്നും പാടില്ല എന്ന് പറയുന്നില്ല. ശബരിമലയിൽ ആർക്കും വരാം. അയ്യപ്പ ഭക്തരായിരിക്കണം, വ്രതധാരികളായിരിക്കണം. അതുപോലെ തന്നെ ഈ കടകൾ നടത്തുന്നവരും. ഇതിൽ എത്ര പേർക്ക് ആ അയ്യപ്പനോട് ഭക്തിയുണ്ട്, എത്ര പേർക്ക് ആ വ്രതശുദ്ധിയുണ്ട്? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വലിയ തുക കൊടുത്ത് പിടിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു ഹിന്ദുക്കളാണെങ്കിൽ അവരാ കടകൾ പിടിക്കാൻ മടിക്കും. കാരണം വരുന്ന അയ്യപ്പ ഭക്തരാണല്ലോ, അവർക്ക് മോശം സാധനം കൊടുക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ അത്ര ശുദ്ധമായിട്ട് കൊടുക്കണ്ടേ എന്നുള്ള ധാരണയിൽ അവർക്ക് അധിക ലാഭം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പലരും പിൻവാങ്ങും. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അയ്യപ്പന്മാരെ കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇന്ന് ശബരിമലയിലും പമ്പയിലും എല്ലാം ഈ പറഞ്ഞ ഹോട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന ഭക്ഷണം എന്തായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, എന്ത് ശുദ്ധത ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഈ മണ്ഡലകാലത്ത് നമ്മൾ കണ്ടു, ശബരിമലയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പൊന്ന് 18-ാം പടി. ശബരിമലയിൽ ശ്രീകോവിലിന്റെയും മണിമണ്ഡപത്തിന്റെയും അതേ പ്രാധാന്യമാണ് 18-ാം പടിക്കുള്ളത്. കാരണം ശബരിമല ശ്രീകോവിലിനുള്ളിലൊരു ശ്രീചക്രമുണ്ട്, മണിമണ്ഡപത്തിനുള്ളിൽ ശ്രീചക്രമുണ്ട്, അതുപോലെ തന്നെ 18-ാം പടിയിലും ശ്രീചക്രമുണ്ട്. ആ 18-ാം പടിയിലാണ് പോലീസുകാർ കയറി നിന്ന് സർക്കസ് കളിച്ചത്. നമ്മളെല്ലാം കണ്ടു കാണും. കാര്യം 18-ാം പടിയുടെ പൗത്രത, വ്രതശുദ്ധിയോടുകൂടി മാത്രമേ 18-ാം പടി ചവിട്ടാവൂ. കെട്ടുനിറയില്ലാത്തവർക്ക് പോലും 18-ാം പടി ചവിട്ടാൻ പാടില്ലാത്ത 18-ാം പടിയിലാണ് പോലീസുകാർ നിറഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. അപ്പൊ ഇത്ര അവിശ്വാസികളാണ് ശബരിമലയിൽ വരുന്നത്. അവിടെ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരായിട്ട് വരുന്നവരായാലും ശരി, പോലീസുകാരായിട്ട് വരുന്നവരെല്ലാം ആയാലും ശരി, ഈ അവിശ്വാസികളാണ് ഇന്ന് ഓരോ ക്ഷേത്രങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കലിയുഗത്തിൽ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും നാസ്തികർ കൈയടക്കുമെന്ന്. അത് നിർഭാഗ്യത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടിലാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗുരുവായൂരായാലും ശബരിമലയായാലും അവിടെ വരുന്ന കംപ്ലീറ്റ് ഈ ജോലിക്കാർ എങ്ങനെ നമ്മുടെ ഭക്തരെ ബുദ്ധിമുട്ടിക്കാം, ഭക്തരെ എങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റാം. സ്വാമിജി പറഞ്ഞ പോലെ 2 വട്ടം ആലോചിക്കണം, ശബരിമലയിൽ പോകണോ, ഇനി വൃശ്ചികമൊക്കെ എടുക്കണ്ടേ, ഇനി അവിടെ എന്തായിരിക്കും അവസ്ഥ, പോകണോ എന്ന് ഭക്തജനങ്ങളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന രീതിയിൽ
ഭക്തരെ അങ്ങോട്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടി രീതിയും കാര്യം അതിനുവേണ്ടിയുള്ള കുതന്ത്രങ്ങളാണ് പലപ്പോഴും ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.